കാൽ കാശിന് കൊള്ളില്ലെങ്കിലും മറ്റുള്ളവർ കഷ്ടപ്പെട്ട് എന്തെങ്കിലും നേടിയെടുത്താൽ അതിൽ കൈയിട്ടു വാരാൻ കോൺഗ്രസുകാരെ കഴിഞ്ഞേ ആളുള്ളൂ. സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം നൽകണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും ഒറ്റക്കെട്ടായി ധനമന്ത്രിക്ക് നിവേദനം നൽകാനുള്ള പ്ലാൻ കോൺഗ്രസ് നല്ല ഭേഷായി പൊളിച്ച കഥ ഇനി പറയണ്ടല്ലോ. തുടർന്ന് LDF എംപിമാർ തനിച്ചുപോയി നിവേദനം നൽകി. ഇതിനു ശേഷമാണ് UDF എംപിമാർ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ധനമന്ത്രിക്ക് നിവേദനം നൽകിയത്. അതും പാളയത്തിനകത്ത് തന്നെ പട തുടങ്ങിയപ്പോൾ. TN പ്രതാപനും കുഞ്ഞാലിക്കുട്ടിയും കേരളത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ശബ്ദമുയർത്തിയപ്പോൾ നേതാക്കന്മാർക്ക് നിവൃത്തിയില്ലാതായി. ഇപ്പോ കേരളത്തിന്റെ വായ്പ പരിധി 3140 കോടി രൂപ ഉയർത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. ഉടനെ UDF ഒരു നാണവുമില്ലാതെ അതിന്റെ ക്രെഡിറ്റ് തങ്ങൾക്കാണെന്നാണ് അവകാശപ്പെടുന്നത്. ഒരു ഇത്തിരി ഉളുപ്പ്. ആട്ടെ, ഈ UDF നിവേദനത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഫണ്ട് വിനിയോഗ സാക്ഷ്യപത്രങ്ങൾ കേരളം യഥാസമയം നൽകിയില്ലെന്നും മറ്റുമുള്ള കേന്ദ്രത്തിന്റെ തെറ്റായ ആരോപണങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും എന്തിനാണ് പോയത്? ഏറ്റവും വലിയ തമാശ, വയനാട്ടിൽ നിന്നുള്ള പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി നിവേദനത്തിൽ ഒപ്പിട്ടിട്ടില്ലത്രേ. കേരളത്തിൽ നിന്നുള്ള എല്ലാ UDF എംപിമാരും ഒപ്പിട്ടെന്നാണ് പത്രക്കുറിപ്പിൽ പറയുന്നത്. രാഹുലിന്റെ ഒപ്പ് മാത്രമായി ആരോ മായ്ച്ചു കളഞ്ഞതാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാതായി എങ്കിലും രാഹുൽ ഇപ്പോഴും ഉത്തരേന്ത്യയിൽ തന്നെയാണ്. ഇങ്ങ് തെക്ക് കേരളത്തിലെ വയനാട്ടിലെ MP-ആയി സ്വയം തന്നെ കാണാൻ രാഹുലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആണ്ടിലും സംക്രാന്തിക്കും വന്ന് പുട്ടടിച്ചു പോകുന്ന ആൾക്ക് കേരളത്തിനോട് എന്ത് മമതയുണ്ടാകാനാണ്? ജയിക്കാൻ ഒരു സീറ്റ്, ജയ് വിളിക്കാൻ കുറെ ആളുകൾ, അതാണ് രാഹുലിന് കേരളം. വീണ്ടും കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയാവാൻ രാഹുൽജി വമ്പൻ മേക്ക് ഓവറിലാണെന്നാണ് അണിയറ വാർത്തകൾ. ഇവരെയൊക്കെ ജയിപ്പിച്ചു വിടണോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ.